എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റിയുടെ വിവിധ പഠനങ്ങൾ ഉണ്ടായിരുന്നു. നമ്മുടെ സംസ്ഥാനം നേരിടുന്ന ഗുരുതരമായ നികുതി പിരിവ് ശോഷണമായിരുന്നു അതിലെ പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് ജുവലറികളിൽ നിന്നടക്കം വേണ്ടത്ര നികുതി കാര്യമായി പിരിച്ചെടുക്കാൻ സർക്കാരിന് കഴിയുന്നില്ല എന്നതാണ് മേരി ജോർജ് തന്നെ നേരിട്ട് നടത്തിയ പഠനത്തിൽ മനസ്സിലാകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നിപ്പോൾ നിയമസഭയിൽ അടിയന്തര പ്രമേയ ചർച്ച നടന്നു. അതിൽ കേന്ദ്രത്തിനെ പഴിചാരി രക്ഷപ്പെടാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ശ്രമമാണോ മേരി ജോർജ് കണ്ടത്? യഥാർത്ഥത്തിൽ കേന്ദ്രം തരാനുള്ള 57,000 കോടി നിജമോ പൊയ്യോ? അത് ഒരു ആഗ്രഹചിന്ത മാത്രമാണ് എന്നാണ് മാത്യു കുഴൽനാടൻ പറയുന്നത്. കേരളത്തെ പാപ്പരാക്കിയത് ആരാണ്? മിസ്റ്റർ അരുൺ, കേരളത്തെ പാപ്പരാക്കിയതിൽ കേന്ദ്രത്തിന് ഒരു ഷെയറും ഇല്ല എന്ന അഭിപ്രായം എനിക്കില്ല. ഇത് വരുന്നു കേട്ടോ, എക്കോ വരുന്നു. അതേ സമയത്ത് കേരള സർക്കാരിൻ്റെ തന്നെ ധനധൂർത്ത്, കാര്യശേഷി ഇല്ലായ്മ, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ധനപ്രതിസന്ധിയിലേക്ക് നയിച്ചത്. അപ്പോൾ ഉദാഹരണമായിട്ട് നോക്കുക, ഈ 2022-23 വർഷത്തിലേക്ക് വേണ്ടിയുള്ള CAG റിപ്പോർട്ട് നോക്കണം. CAG റിപ്പോർട്ട് ഈ കഴിഞ്ഞ സെപ്റ്റംബറിലാണ് പുറത്തു വന്നത്. അതിലെ റിപ്പോർട്ട് നമ്പർ 2, അതായത് റവന്യൂ സെക്ടറിനെ പറ്റിയുള്ള റിപ്പോർട്ട്, ആ റിപ്പോർട്ട് എടുത്തു നോക്കുക. 28,258.39 കോടിയാണ് കുടിശ്ശിക പിരിക്കാനുള്ളത്. ആ കുടിശ്ശിക പിരിക്കാനുള്ളതിലെ ഏത് മേഖലയിലാണ് ഏറ്റവും കൂടുതൽ? നേരത്തെ താങ്കൾ തന്നെ അവിടെ ആങ്കർ തന്നെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും കൂടുതൽ കുടിശ്ശികയുള്ളത് GST വകുപ്പിൽ നിന്നാണ്. അതായത് GST റവന്യൂ വരുമാനത്തിൽ 13,400 കോടിയുടെ കുടിശ്ശികയാണുള്ളത്. അപ്പോൾ ഇത്രയധികം കുടിശ്ശിക അവിടെ ഉണ്ട്. നേരത്തെ പ്രതിപക്ഷ നേതാവും മറ്റ് അംഗങ്ങളും ചൂണ്ടിക്കാണിച്ചതുപോലെ കാര്യക്ഷമതയില്ലാതെ, അതായത് പബ്ലിക് എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റി CPM തന്നെ സ്ഥാപിച്ച ആ പബ്ലിക് എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റി എന്താണ് പറഞ്ഞത്? IGST 25,000 കോടി കിട്ടാതെ പോയിരിക്കുന്നു, അത് കെടുകാര്യസ്ഥത കൊണ്ടാണ്. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഇതുവരെ അസംബ്ലിയിൽ വെച്ചിട്ടില്ല. കാരണം ഗവൺമെന്റ് ആ കമ്മിറ്റിയുടെ ഫൈൻഡിങ്ങിനെ അംഗീകരിക്കുന്നില്ല. അംഗീകരിക്കാൻ പറ്റില്ല. മലർന്നു കിടന്ന് തുപ്പുന്നത് പോലെ ഇരിക്കും. കേന്ദ്രത്തെ പഴിചാരിക്കൊണ്ടിരുന്ന 25,000 കോടിയുടെ IGST പിരിച്ചെടുത്തില്ല എന്ന് അംഗീകരിക്കേണ്ടി വരുന്നത്, അത് ഓർമ്മിക്കണം. CPMന്റെ തന്നെ പബ്ലിക് എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റിയാണ് അങ്ങനെ ഒരു റിപ്പോർട്ട് വെച്ചത്. അപ്പൊ ഇതൊന്നും കൂടാതെ, ഈ 25,000 കോടി IGST പിരിക്കാത്തത് കൂടാതെ സംസ്ഥാനത്തിനകത്തു നിന്ന് പിരിക്കേണ്ട കുടിശ്ശിക, വരുമാന കുടിശ്ശിക, റവന്യൂ കുടിശ്ശിക, അതാണ് ഇപ്പോൾ CAG പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. CAG അത് പുറത്തു കൊണ്ടുവരിക മാത്രമല്ല, നേരത്തെ പ്രതിപക്ഷം പ്രഖ്യാപിച്ചതുപോലെ തന്നെ കെടുകാര്യസ്ഥത അരങ്ങു വാഴുന്നു എന്നതിന്റെ തെളിവാണ് ഈ ഓഡിറ്റേഴ്സ് അസോസിയേഷൻ, അതായത് CAG ചൂണ്ടിക്കാണിക്കുന്നത് ഇന്റേണൽ ഓഡിറ്റിംഗ്. എന്താണ് ഇന്റേണൽ ഓഡിറ്റിംഗ്? ഓരോ വകുപ്പിലും ചെലവുകൾ നടത്തുന്നതിനെ പറ്റിയും മറ്റു കാര്യങ്ങളും കൃത്യമായി ഗവൺമെന്റിന്റെ തന്നെ ഓഡിറ്റ് വിഭാഗം ഓഡിറ്റ് ചെയ്ത് റിപ്പോർട്ട് ചെയ്യണം. അതിനുശേഷമാണ് CAGയുടെ ഓഡിറ്റിംഗ് വരിക. പക്ഷെ അവിടെ ഓഡിറ്റേഴ്സ് അസോസിയേഷനിലെ മെമ്പേഴ്സുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ, അതായത് CAG റിപ്പോർട്ട് വായിച്ചതിന് ശേഷമാണ് ഓഡിറ്റേഴ്സ് അസോസിയേഷനിലെ മെമ്പേഴ്സുമായിട്ട് ഞാൻ സംസാരിച്ചത്. അപ്പൊ അവര് പറഞ്ഞത്, ഒരു രംഗത്തും ഓഡിറ്റ് നടത്തുന്നത് ഗവൺമെന്റിന് താല്പര്യമില്ല. ഗവൺമെന്റ് തന്നെ ഗവൺമെന്റ് ഓഡിറ്റേഴ്സിനെ നിരുത്സാഹപ്പെടുത്തുന്നു. എന്തുകൊണ്ടാണ് അരുൺ അങ്ങനെ നിരുത്സാഹപ്പെടുത്തുന്നത്? കാരണം അവിടെ നടക്കുന്ന വകമാറ്റി ചെലവഴിക്കൽ, അവിടെ കണക്ക് ചോദിച്ചു. എത്ര രൂപയാണെന്ന് പോലും പറയാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. മറച്ചുവെക്കുകയാണ്. കേരളീയത്തിന്റെ കണക്ക് എത്രയാണെന്ന് ഇനിയും വിവരാവകാശ രേഖ പ്രകാരം മറുപടി നൽകിയിട്ടില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ മേരി ജോർജ് ഉന്നയിച്ചത്. ഇതിൽ ഓഡിറ്റുമാരെ നിരുത്സാഹപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഇന്റേണൽ ഓഡിറ്റിലൂടെ ചെലവ് വലിയ രീതിയിൽ വർദ്ധിക്കുന്നുണ്ട് എന്നത് പുറത്തു വരാതിരിക്കാനുള്ള ശ്രമമാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടതുണ്ട്. പക്ഷേ അപ്പോഴും ധനമന്ത്രി ആവർത്തിച്ചു പറയുന്നത് വരവ് കൂടിയിട്ടുണ്ട് കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് എന്നാണ്. പക്ഷേ മേരി ജോർജ് പറയുന്നത് പോലെ CAG റിപ്പോർട്ടിന്റെ കണക്ക് പ്രകാരം 28,000 കോടി രൂപ പിരിച്ചെടുക്കാനുള്ളതിൽ 13,000 കോടി രൂപയും GST വരുമാനത്തിൽ നിന്നാണ് വരേണ്ടിയിരുന്നത് എന്നൊരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. Debate with Arun Kumar.